മുസ്ലിം പ്രീണനമല്ല LDFന്റെ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ വളരെ വിഡ്ഢിത്തപരമായ തീരുമാനമാണെന്ന് PV അൻവർ. CPMന് RSS ബന്ധത്തിലേക്ക് പോകണം. ഇതിനൊരു കാരണം ഉണ്ടാക്കുകയാണ്. സർക്കാരിന്റെ ജനദ്രോഹ നടപടികളാണ് തിരഞ്ഞെടുപ്പിൽ വലിയ തോൽവി ഉണ്ടാക്കിയതെന്നും അൻവർ പറഞ്ഞു. താങ്കളെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം CPMന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആകെ ഇപ്പോൾ മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയതായിട്ട് തോന്നുന്നുണ്ട്. അല്ല, എന്നെ കൊണ്ട് അതല്ല. ഇല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം പറഞ്ഞല്ലോ, മുസ്ലിം പ്രീണനമാണ് LDFന്റെ ഈ വമ്പം പരാജയത്തിന് കാരണമെന്ന വിലയിരുത്തൽ വളരെ വിഡ്ഢിത്തപരമായ ഒരു തീരുമാനമാണ്. ഈ അസസ്മെന്റ് നോക്കാതെ ഞാനീ പറയുന്ന അല്ലല്ലോ, കുഴപ്പമില്ല, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യം കൃത്യമായി നോക്കാതെ ഈ വിഷയത്തിൽ ആ രീതിയിലാണ് ഇടപെടുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും എന്താ പറയാ, കണ്ണടച്ച് ഇരുട്ടാക്കുന്നു എന്നേ എനിക്കതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. അവരാവശ്യം എന്താണ്? ഇപ്പോ മുഖ്യമന്ത്രി അടക്കമുള്ള CPMലെ ചില ലീഡർഷിപ്പിന്റെ ആവശ്യം എന്താണ്? എങ്ങനെയെങ്കിലും BJPയും RSSുമായി ഒരു തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കണം. ആ ധാരണ ഉണ്ടാക്കാൻ ഒരു കാരണം കണ്ടെത്തുകയാണ്. എന്ത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം പ്രീണനമാണ് ഇങ്ങനെ ഒരു പരാജയം ഉണ്ടായത്. യഥാർത്ഥ പരാജയ കാരണം ഞാൻ ആദ്യം പറഞ്ഞ ഈ പോലീസിങ്ങും പഞ്ചായത്തിലെ ടാക്സ് വർധന. എത്രയായിരുന്നു ടാക്സ് വർദ്ധിപ്പിച്ചിരുന്നത്? കെട്ടിട നികുതിയും പ്ലാനും ഒക്കെ 360%, 400%, 500%. 500 രൂപ ഫീസ് അടച്ചിരുന്നവന് 5000 അടക്കണം. 10,000 രൂപക്ക് പ്ലാൻ കിട്ടിയിരുന്നതിന് 50,000 കൊടുക്കണം. ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുള്ളതാണ്. പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ആ സമയത്ത്. സ്റ്റോറുകളിൽ, സർക്കാർ സ്റ്റോറുകളിൽ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്നുമല്ല റീസൺ. എന്താ റീസൺ? ദേശീയ വിഷയത്തിൽ BJP എടുത്ത ഈ പറയുന്ന പൗരത്വ ഭേദഗതിയായാലും ഏക സിവിൽ കോഡായാലും അതിനെ ശക്തമായി എതിർത്തപ്പോ അത് മുസ്ലിം പ്രീണനമായി പോയി. ഇതിന് ഹൈന്ദവ ആളുകളുടെ എതിർപ്പുണ്ടായി. ഇവിടെ ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കരുത് എന്ന് പറയുന്നതിലും ഏക പൗരത്വം നടപ്പാക്കരുത് പറയുന്നതിലൊക്കെ വലിയ ശതമാനം ഹൈന്ദവ സഹോദരന്മാർ അതിനൊക്കെ എതിരാണ് കേരളത്തിൽ. ഇപ്പൊ ജീവിച്ച പോലെ ജീവിച്ചാൽ മതി, ഈ സന്തോഷത്തിൽ പോയാൽ മതി, അതുപോലും കണ്ടെത്താൻ CPM ലീഡർഷിപ്പിന് കഴിയുന്നില്ല. എന്താണ് ഭൂരിപക്ഷ സമുദായമായ കേരളത്തിലെ ഹൈന്ദവ സമുദായത്തിന്റെ മതേതരത്വത്തെ പ്രതിഫലിപ്പിക്കുന്ന അവരുടെ ചിന്താധാര അതെന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത CPM നേതൃത്വം വീണ്ടും അതിലേറെ വലിയ വിഡ്ഢിത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ വിഡ്ഢിത്തം ആയാൽ പോലും അതിൽ ചില ആളുകൾക്ക് കരപറ്റാൻ ഇന്നുള്ള ചില പ്രതിസന്ധികളിൽ നിന്ന്, കേസിൽ നിന്ന്, അന്വേഷണത്തിൽ നിന്ന് ഒന്ന് കരക്കടിയാൻ ഉള്ള ഒരു മാർഗം ഇതാണ് എന്ന തിരിച്ചറിവാണ്. ഇതിൽ കമ്മ്യൂണിസ്റ്റുകാർ പെട്ടുപോകരുത് ദയവായിട്ട്. എനിക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോട് പറയാനുള്ളതാ, ഇവിടെ ഒരുപാട് രക്തസാക്ഷികൾ നൽകി വൈകുന്നേരം വരെ 500 രൂപക്കും 1000 രൂപക്കും അധ്വാനിച്ച് അതിന്റെ മുക്കാ പങ്കും പാർട്ടിക്ക് വേണ്ടി ചെലവഴിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ദയവായി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ രാത്രി നിങ്ങൾ കിടക്കുമെന്ന് ആലോചിക്കുക. ഇതിൽ വല്ല വാസ്തവമുണ്ടോ? ഇതിൽ വല്ല വസ്തുതയുണ്ടോ? അതാണ് ഇവിടുത്തെ വിഷയം. അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനാണ് ഇപ്പം എന്ത് PV അൻവറിനെ കള്ളനാക്കുന്നത്. വർഗീയവാദി ആക്കിക്കോട്ടെ, ജനങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ ആലോചിക്കട്ടെ. അത്ര എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.